അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ചെറിയ തക്കാളിക്കറിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ട് വരൂ ഗൈസ്. ഒരു ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് ചോറിടുക, പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. പിന്നെ ചോറിട്ട ആ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ക്രീം പോലെ അരച്ചെടുക്കാം. നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. ഇതേ ടെക്സ്ചറിൽ വേണം വരാൻ. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മൈദാമാവ് ഇടുക. അതായത് 250 ml 2 കപ്പ് മൈദാമാവ് ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അല്ല, അറിയാലോ, പൊറോട്ടയുടെ ആ ഒരു മാവിൻ്റെ ടെക്സ്ചറിലാക്കി എടുക്കുക. അപ്പം അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുമ്പം വീണ്ടും ഓരോ സ്പൂൺ മൈദാമാവ് ഇടണം. അങ്ങനെ ഞാൻ ഒരു 5 സ്പൂൺ മൈദാമാവ് കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ആ ഒരു പൊറോട്ടയുടെ ടെക്സ്ചർ വരുമ്പോഴത്തേക്ക് നമ്മളത് ഉരുട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം ഗൈസ്. അതിനായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളിയാണ്. പിന്നെ ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ ഇഞ്ചി. ഇത് ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, പൊട്ടിക്കുക. അതിലേക്ക് സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റി ഒരു കളർ മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞിട്ട് വഴറ്റുക. അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി അങ്ങോട്ട് ഇട്ട് വഴറ്റി നല്ല വേവിച്ചെടുക്കുക. വേവിച്ച് ആ ഒരു തക്കാളിയെല്ലാം ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ അവിടെ വെക്കാം. തക്കാളിക്കറി അപ്പോൾ സെറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് പൊറോട്ട ശരിയാക്കി എടുക്കണം. അപ്പോൾ പൊറോട്ടയ്ക്കുള്ള മാവ് ഞാൻ ഇവിടെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ വലുതായിട്ട് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ ഒരുപാട് കനം കുറയാനും പാടില്ല. ആ ഒരു മീഡിയം സൈസിൽ നമ്മൾ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ രീതിയിൽ മുറിച്ചെടുക്കുക. ഞാനൊരു ബൂരിൻ്റെയൊക്കെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പൊറോട്ട ഇവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പൊറോട്ട മാത്രമല്ല, നമ്മുടെ തക്കാളിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ പൊറോട്ട കഴിക്കാൻ നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ ഒന്നും ഒരു ആവശ്യം വരത്തില്ല. ഈ ഒരു ഒറ്റ തക്കാളിക്കറി മാത്രം മതി ഗൈസ്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.